എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 46-ാം സങ്കീർത്തനം, സാം നമ്പർ 46. 46-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. സാം നമ്പർ 46. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഒടുവിൽ 2 വാക്ക് ചേർന്ന് വായിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്നു. ഞാൻ ജാതിയുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യമുള്ളവർ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം വായിച്ചത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇന്നുപോലെ കാല സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ടെന്ന് ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയത്തിനകത്തും, നാം കടന്നു പോകുന്ന ഓരോ വിഷയത്തിനകത്തും സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു, നമ്മുടെ ആശ്രയമാകുന്നു. ലോകത്തിൻ്റെ ആശ്രയങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ഇല്ല, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഏതാഴത്തിനകത്തും അവൻ കൂടെയുണ്ട്. ഏത് ക്ഷീണാവസ്ഥയിലും അവൻ കൂടെയുണ്ട്. നീ ഹല്ലേലൂയ തളർന്നു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ ആശ്രയമായി സൈനികളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവനായി താഴ്ത്തി കൊടുക്കാം. അപ്പാ, അവിടെ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. അവിടുത്തെ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കരസ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായിത്തീരും. ഈ ആരാധനയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിടുതലുകാരൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ ആത്മാവ് നമ്മളെ മുന്നോട്ട് നടത്തേണ്ടതിനായി ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവസാന്നിധ്യത്തിന് മുമ്പാകെ ആയിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുവാനല്ലാതെ, അങ്ങേ സ്തുതി കരയേറ്റുവാനല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല കർത്താവേ. നീ ഞങ്ങളെ നടത്തിയ വഴികൾ എത്രയോ ശ്രേഷ്ഠകരമാണ്. നീ ഞങ്ങളെ കർത്താവെ കൊണ്ടുപോയ വഴികൾക്കെല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ആ നല്ല ഇടൻ്റെ സാമീപ്യം, നല്ല ഇടൻ്റെ കരുതൽ ദിനം തോറും അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും കർത്താവെ ആ സാമീപ്യം ആലും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഓരോ ദിവസവും ഞങ്ങളെ തെറ്റുപറ്റാത്ത വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തുന്ന ദിവ്യമായ നടത്തിപ്പ്, ദിവ്യമായ പരിപാലനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഞങ്ങളുടെ ശല്യം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം കർത്താവേ. നീ ഇവിടുന്ന് സഹായിച്ചല്ലോ. അവിടുന്ന് ഇത്രത്തോളം കർത്താവെ ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിച്ചറിയാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇന്ന് പകൽക്കാലങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കനുസരിച്ച് കർത്താവിനെ വാഴ്ത്തി മഹത്വം കരയേറ്റി കർത്താവെ ദൈവകൃപകളാൽ നിറയപ്പെട്ട് കടന്നു പോകാനോട് എല്ലാവരും ഇടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കർത്താവെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ആത്മാവിൻ്റെ ഗൈഡൻസിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടെ ഞങ്ങളെ കർത്താവ് തിരു സാന്നിധ്യം ഞങ്ങളെ മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. ഓരോ ദൈവശബ്ദവും ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവെ ഞങ്ങളെല്ലാം ആശ്രയമുള്ളവരായി മുന്നേറുവാൻ ഇന്നുപോലെ കാലമടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. അടിയനെയും കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്. അവിടുന്ന് കർത്താവെ
നീയാണല്ലോ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ കൃപ കർത്താവേ, അവിടെ ജീവിതത്തിന്മേൽ അവിടെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം കർത്താവേ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവേ. ഇതുപോലെ കാലം കർത്താവേ, ഹല്ലേലൂയ, ഞാൻ കഴിയാത്ത വിഷയങ്ങളെ, ഞങ്ങൾക്ക് ഭാരമുള്ള വിഷയങ്ങളെ കർത്താവേ നീ അവിടുന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം വാഞ്ചയോടെ, ഹൃദയ ഒരുക്കത്തോടെ കടന്നു വന്ന ചില പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഇന്ന് പലകാലം അവസ്ഥകളെ കണ്ട് നോ പറയുവാനല്ലല്ലോ കർത്താവേ, അവസ്ഥകളെ കണ്ട് പിന്മാറുന്നവരായിട്ടല്ലല്ലോ, പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ലോ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ കർത്താവേ ഞങ്ങൾ കാണപ്പെടുവാൻ ആത്മധൈര്യമുള്ളവരായി ഇന്ന് പകൽ ഇവിടെ കടന്നു വന്ന ഓരോ കുഞ്ഞും കർത്താവേ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച് ആ ശക്തി ഏറ്റെടുത്ത് കർത്താവേ മുന്നേറുവാൻ ഞങ്ങളുടെ മേൽ ആ കൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരും നിരാശരായി ഇവിടുന്ന് മടങ്ങരുത് കർത്താവേ. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ അയക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് അയക്കണമേ കർത്താവേ. ഞങ്ങളെ കൊണ്ട് കഴിവില്ല കർത്താവേ, ഞങ്ങളെ കൊണ്ട് അതിന് കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ, ഓ റബല ശന്തല, നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന, അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഇടിവുകളെ പണിയുന്ന, അവസ്ഥകളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പോൽക്കാലം ഞങ്ങളുടെ യോഗത്തെ നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയെ ഞങ്ങളെ മറയ്ക്കണം. യേശു കർത്താവ് മൂലം പ്രാർത്ഥിച്ചിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം അർപ്പിക്കുക. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷത്തോടെ ദിവസം ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ കാലം കൂടെ ദിവസനി കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ മീറ്റിങ്ങിൽ പുതിയതായി നമ്മുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ബ്രദർ നോബിൾ ആൻഡ് സിസ്റ്റർ ജോസ്മി, പ്രിയപ്പെട്ടവർ ഇന്ന് പലകാലം ഈ ആരാധനയിലേക്ക് ഡൂഡ പ്രസൻറ്റിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിനെ വിളിച്ച് ബ്രദർ സംസാരിപ്പാനിടയായി. ഇന്ന് പലകാലം മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് ബ്രദർ നോബിളിനെയും സിസ്റ്റർ ജോസ്മിയെയും ഹാർദവമായിട്ട് ഡൂഡ പ്രസൻറ്റിലേക്ക് ഹാർദവമായ ആരാധനയിലേക്ക് കുടിവരിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ ജോലിയോട് ചേർന്ന് സിസ്റ്റർ കഴിഞ്ഞ എല്ലാ മാസങ്ങൾക്ക് മുമ്പ് റസ്കിൽ നേഴ്സിംഗ് ഹോമിലെ ജോലിയായിട്ട് വന്നു. അതിനുശേഷമായി ബ്രദറും വിദേശത്തെ കടന്നു വരുവാനും കർത്താവ് പ്രിയപ്പെട്ടവരെ ഇടയാക്കി. വീണ്ടും അവരുടെ ഭൗതിക ആവശ്യങ്ങളുടെ നടുവിലും വിശേഷാൽ ഈ ദേശത്തായിരിക്കുമ്പോൾ ആത്മീയ ജീവിതവും കർത്താവരെ ദേശത്ത് അവരെ നടത്തട്ടെ. അനുഗ്രഹത്തോടെ ജയോത്സവമായി നമ്മളാൽ നിറച്ച കുടുംബത്തെ നടത്തട്ടെ. നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയത്ത് അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സാവകാശമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പല നമ്മുടെ പ്രിയപ്പെട്ട രോഗികളായിരുന്നു. ഞാനും പല ദിവസങ്ങളായിട്ട് പനിയുടേതായ ഫ്ലൂവിൻ്റെ വളരെയധികം കാഠിന്യമേറിയ അനുഭവങ്ങൾ കൂടെ കടന്നുപോയി. അടുത്ത സമയത്തൊന്നും അങ്ങനെ ഒരു പനിയുടെ പണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഗൗരവകരമായ ഫ്ലൂവിൻ്റെ അവസ്ഥകൾ കൂടെ കടന്നു പോകേണ്ട വിഷയങ്ങൾ വന്നു. ബുധനാഴ്ച വൈകിട്ട് മീറ്റിംഗ് ജോമൻ ബ്രദറിൻ്റെ വീട്ടിൽ വന്ന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനിടയായി. അവിടെ ശുശ്രൂഷിച്ചു. എങ്കിലും അത് കഴിഞ്ഞ് വളരെയധികം ശരീരത്തിന് വളരെയധികം ക്ഷീണങ്ങൾ, പണ്ടെങ്കിലും ഇല്ലാത്ത പോലെയുള്ള ക്ഷീണങ്ങൾ നേരിടുവാനിടയായി. എങ്കിലും കർത്താവ് ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ബലത്തോടെ ആരോഗ്യത്തോടെ കടന്നു വരാനിടയായി. അത് മരുന്നിൻ്റെ കഴിവുകൊണ്ടോ പാരസെറ്റമോളിൻ്റെ ബലം കൊണ്ടോ ബ്രൂഫിൻ്റെ ബലം കൊണ്ടോ ഒന്നുമല്ല. ദൈവം തരുന്ന ബലം പാരസെറ്റമോളിൻ്റെ ഉറുപ്പിൻ്റെ ബലമൊന്നും നമ്മൾ പിന്നെ ഇടയ്ക്ക് അതൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ സൗഖ്യത്തിൻ്റെ ബലം. കർത്താവ് നൽകുന്ന ബലം തന്നെയുള്ളൂ നാം നിലനിൽക്കുന്നത്. അനേകരെ പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് ശാരീരികമായി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പല നമ്മുടെ പ്രിയപ്പെട്ടവരും ശരീരത്തിൽ വളരെയധികം പ്രതിസന്ധി അനുഭവിച്ച് പലരും ഹോസ്പിറ്റലിലൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എങ്കിലും നമ്മുടെ ദൈവമക്കളൊക്കെ ആരോഗ്യത്തോട് കൊണ്ടുവന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലരും ഭവനങ്ങളിൽ പല ദിവസങ്ങളിൽ ശരീരമായി പ്രയാസങ്ങളിലായിരുന്നു. എല്ലാവരും ഇന്ന് പൽക്കാല സൗഖ്യത്തോടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി നാം കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്.
നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വന്ന് ആവോളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, സ്തുതിക്കുന്നത് ഒരിക്കലും നഷ്ടമായി തീരത്തില്ല. അത് ഇന്ന് ഹല്ലേലൂയ നാം അനുഭവിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ നാളത്തെ അവസ്ഥകളിലും നാളത്തെ ദിവസവും ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, നാം അറിയാത്ത വിഷയങ്ങളുണ്ടോ, അറിയാത്ത ഭാരങ്ങളുണ്ടോ, ആ വിഷയത്തിനകത്തും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെ ഇവിടെ ആരാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഒന്നും മറന്നു പോകരുത്. നാളത്തെ എൻ്റെ വിഷയങ്ങൾ, നാളത്തെ എൻ്റെ ഭാവിയുടെ കാര്യങ്ങൾ, നാളത്തെ എൻ്റെ വിഷയങ്ങൾ അതും നന്നായി ചെയ്തു തരുവാൻ അറിയുന്നൊരു ദൈവത്തെയാണ് ഇവിടെ വന്ന് ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടമല്ല അല്പസമയം നിങ്ങൾ ദൈവസേനയിൽ വന്ന് ചെലവഴിക്കുന്നത്. ആത്മാവിൽ സന്തോഷിപ്പാൻ കഴിയുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാണ്. ഹല്ലേലൂയ. നാളെ ഇനി വിഷയങ്ങൾ വന്നിട്ടല്ല കർത്താവിനെ അന്വേഷിക്കാൻ വരേണ്ടത്. ഞാനുള്ള കാലത്തോളം അവന് വേണ്ടി പാടുവാൻ, അവന് കീർത്തനം പാടുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിന് മഹത്വം കരേറ്റുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് പുകഴ്ച അർപ്പിക്കാൻ ഇടയായി തീരട്ടെ. കർത്താവിനെ ആത്മാവിൽ സന്തോഷിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന് നമുക്കതിനായി മഹത്വം കൊടുക്കാം. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗം ഹല്ലേലൂയ കടന്നു വരാം. പലപ്പോഴും നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് ഹല്ലേലൂയ അവിടെ നമുക്ക് ഈ വാക്യങ്ങളൊക്കെയും കാണാപ്പാടമായി നമുക്കറിയാം. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്തത്വ വിഷയമാണ് അല്ലേ, വാക്തത്വ വചനമായത്. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുന്നിലേക്ക് വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആശ്രയിക്കുന്ന, പെട്ടെന്ന് എടുത്ത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നാം ഇവിടെ ചിന്തിക്കാനിടയായത്, അല്ലെങ്കിൽ വായിപ്പാൻ നമുക്കിടയായി തീർത്തത്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സങ്കീർത്തന ഹല്ലേലൂയ അതിൻ്റെ ആരംഭവാക്യങ്ങൾ കൂടെ തന്നെ നമുക്ക് പശ്ചാത്തലത്തിലുണ്ട്. കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്, ഒരു ഗീതമാണ്. എന്നാൽ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ഒരുവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രതിസന്ധിക്കകത്ത്, ബുദ്ധിമുട്ടിനകത്തൂടെ കടന്നു പോകുന്ന ഒരുവന് വലിയ ധൈര്യം കൊടുക്കുന്നുണ്ട് ഈ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ ധൈര്യം കൊടുക്കുന്നുണ്ട്, പ്രത്യാശ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പ്രാരംഭവാക്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവിടെ അറിയാൻ സാധിക്കും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ചില മാറുന്ന അവസ്ഥകളെപ്പറ്റി, ഭൂമിയുടെ പ്രതലങ്ങളിൽ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ നടക്കുന്ന മാറുന്ന അവസ്ഥകളെപ്പറ്റി സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ താൻ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവിടെ വെൽ പ്രസൻറ്റ് ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിടെ വെൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇനി തുടർന്നുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കാൻ പോകുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ, സങ്കീർണമായ നിരവധി മാറ്റങ്ങളെപ്പറ്റി ഭൂമിയുടെ പ്രതലങ്ങളിലും ഹല്ലേലൂയ ആ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പലരധികം മാറ്റങ്ങളിൽ അവിടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം വാക്യം തൊട്ട് നമുക്ക് കാണുമ്പോൾ അവിടെ കാണാം എന്താണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അപ്പോൾ അവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തൊന്ന് ഉറപ്പിച്ചിട്ട് പറയുകയാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്, ദൈവം എൻ്റെ ബലമാണ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെങ്കിൽ എന്തു വരണം? എന്തു വന്നെങ്കിലേ തുണയായിട്ട് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്തു വരണം? കഷ്ടം വരണം. അപ്പം പ്രയാസവും കഷ്ടവും ജീവിതത്തിലുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിച്ചറിയണമെങ്കിൽ
കഷ്ടങ്ങളുടെ നടുവിൽ കൂടെ പോയെങ്കിലേ ദൈവത്തിൻ്റെ ആശ്വാസം ഏറ്റെടുക്കുവാനിടയായി തീരുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ അനുഭവത്തിനകത്ത് കഷ്ടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കരസ്പർശനം ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതായിട്ടുള്ള മേഖലകൾ ഇനിയുമുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചില രോഗങ്ങൾ മാറുന്നില്ല, ചില ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. ഇല്ല, അത് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരസ്പർശനം അധികമായി അത് നിലനിൽക്കുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റാരും അനുഭവിക്കാത്തതുപോലെ, മറ്റാരുടെയും ജീവിതത്തിൽ ഏറ്റെടുക്കാത്തതുപോലെ ചില വിഷയത്തിനകത്തൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇടപെടുവാനുണ്ട്, ദൈവത്തിന് കരുതുവാനുണ്ട്, ദൈവത്തിന് നിന്നെ നിലനിർത്തുവാൻ ചില മുഖാന്തരങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭൂമി മാറിപ്പോയാലും, ഭൂമി മാറുന്ന അവസ്ഥ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴുന്ന പ്രക്രിയ എന്താണ്? ആ ഒരു പ്രക്രിയ, അതെന്താ പ്രക്രിയ? ഒന്ന് ഭൂമി മാറുന്നു, ഭൂമിയിലുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുന്നു. രണ്ടാമത് പർവ്വതങ്ങൾ ഇളകി എങ്ങോട്ട് വീഴുന്നു? സമുദ്രമധ്യേ വീഴുന്നു. അതെന്താ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. ഭൂമിയുടെ അടിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലുണ്ടാകുന്ന ആ സ്ഫോടനങ്ങൾ നിമിത്തമാണ് എന്തുണ്ടായത്? സുനാമി ഉണ്ടായത്. അപ്പോൾ ഇത്ര ഹൈ ഡിഗ്രിയിലുണ്ടായ വിസ്ഫോടനങ്ങൾ ഭൂമിയുടെ അടിയിലുണ്ടാകുന്നത് അത് വെള്ളത്തിനകത്തൂടെ അത് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്തായി മാറുന്നു? അത് സുനാമിയായി മാറ്റപ്പെടുകയാണ്. 2004 2005 സമയങ്ങളിൽ സുനാമി ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം അല്ലേ? എത്ര ഭീകരമായിരുന്നു. സാധാരണക്കാരന് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത ആ ഭൂമിയിൽ ഉണ്ടായ ആ ചെറുചലനങ്ങൾ അല്ലെങ്കിൽ ആ അടിയിലുണ്ടായ ചലനങ്ങളാണ് പിന്നത്തേതിൽ ആ വെള്ളത്തിൻ്റെ തീവ്രത ശക്തി വർദ്ധിച്ച് ആ വെള്ളം ഉയർന്നു വരുവാനിടയായി തീർന്നത്. എന്നാൽ എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ തിരകൾ ഇത് മാറി ഇതിൻ്റെ അവസ്ഥകൾ കൂടെ വരുമ്പോഴും അല്ലെങ്കിൽ ഇതടിച്ചാലും എന്താണെന്ന് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അതടിക്കുന്നതനുസരിച്ച് ആ വിഷയങ്ങളിലേക്ക് അവൻ ആണ്ട് പോവുകയല്ല. അവൻ പറയുന്നത് അവൻ ഭയപ്പെടുകയില്ല. സാധാരണക്കാരന് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? എൻ്റെ ആശ്രയം ഒരുവനിലാണ്, എൻ്റെ നങ്കൂരം ഒരുവനിലുണ്ട്, എൻ്റെ ആശ്രയം ഒരുവനിലുണ്ട്. ഇന്ന് പകൽക്കാലം ഏതെല്ലാം സാഹചര്യത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും നമ്മുടെ ആശ്രയം, നമ്മുടെ ബലം ആരിലാ ദൈവത്തിലേ? നമ്മുടെ ആശ്രയം ആരിലാണ്? സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങളുടെ നങ്കൂരമെങ്കിൽ നാം ഭാരപ്പെട്ടു പോകേണ്ട. ഹല്ലേലൂയ. 1 വാക്യത്തിനകത്ത് അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ ബലമാണ്. ഇപ്പം പ്രശ്നങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ വെള്ളം കണ്ടോ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാൽ അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടുകയില്ല. കാരണം എന്തുണ്ട്? ഭയപ്പെടാത്ത എന്തുകൊണ്ടാ? ദൈവമക്കൾക്ക് എന്തുണ്ട്? ഒരു വഴിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ വെച്ച് നാം ചിന്തിച്ചപ്പോൾ, ജോമൻ ബ്രദറിൻ്റെ വീട്ടിലെ പ്രാർത്ഥനയിൽ വെച്ച് ചിന്തിച്ചപ്പോൾ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചിന്തിപ്പാനിടയായി. യഹോവ ഭക്തൻ്റെ വീട്ടിനകത്ത് പ്രശ്നമുണ്ടായി, വേദനയുണ്ടായെങ്കിലും ഭക്തനായ പ്രവാചകൻ ഹല്ലേലൂയ ആ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഭക്തൻ്റെ ഭവനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു ദൈവിക കരുതലുണ്ട്. കാരണം എന്താ? ആ ഭവനം ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും, ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് ഇപ്പം ഞെരുക്കമുണ്ടെങ്കിലും, ആ ഭവനത്തിനകത്ത് ഇപ്പം ദാരിദ്ര്യം ഉണ്ടെങ്കിലും, അത് ആരുടെ കെയർ ഓഫിലുള്ള ഭവനമായിരുന്നു? പറഞ്ഞാട്ടെ,
പറഞ്ഞാട്ടെ, ലോകപ്രകാരം നിലനിന്ന ഒരു ഭവനമല്ലായിരുന്നു. ലോകപ്രകാരം ശബ്ദം മുഴക്കുന്ന ഒരു ഭവനമല്ലായിരുന്നു. ലോകത്തിൻ്റെ സന്തോഷം മുഴങ്ങിക്കേക്കുന്ന ഒരു ഭവനമല്ലായിരുന്നു. ലോകപ്രകാരമുള്ള സംസാരങ്ങളുള്ള ഒരു ഭവനമല്ലായിരുന്നു. റിമാന ഹസ്തനാഥന, അവിടെ ഉയരുന്ന ദൈവപ്രവർത്തിക്കകത്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ദൈവഭക്തനായ മനുഷ്യൻ ആ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ദൈവത്തിനൊരു നീതി ആ ഭവനത്തോടുണ്ട്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവഭക്തിയോട് ഭക്തയായി ജീവിക്കുന്ന ഭവനമേ, നിന്റെ ഭവനത്തിനകത്ത് വരുന്ന ബുദ്ധിമുട്ടിനകത്ത്, നിലവിളിക്കകത്ത് സ്വർഗം നിന്നെ ഹല്ലേലൂയ മാറി നിൽക്കുന്ന സ്വർഗമല്ല, നിന്റെ മുമ്പിൽ കണ്ണടച്ചു നിൽക്കുന്ന സ്വർഗമല്ല. സ്വർഗത്തിന് നിനക്ക് വേണ്ടി ഒരു വഴി, അതിനകത്ത് നിന്റെ തലമുറയ്ക്കും പുറത്തേക്കിറങ്ങാൻ പറ്റാത്തതുപോലെയുള്ള അവസ്ഥയിൽ നിന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം ചെറുതൊന്ന് കരുതിയിരുന്നു. ദൈവഭക്തനായി ഇറങ്ങിയോണ്ട് ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞെന്നല്ല, നീ ഭക്തിയോടെ ജീവിക്കുന്നുണ്ട് അതിസമ്പന്നതയായെന്നല്ല, ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു, എല്ലാം തീർന്നു കഴിഞ്ഞു, എല്ലാം ക്രിസ്തുവിനെല്ലാം എല്ലാം കിട്ടിക്കഴിഞ്ഞു, എല്ലാം മേടിച്ചു കഴിഞ്ഞു, എല്ലാം കൂട്ടിക്കഴിഞ്ഞു അല്ല. ഭക്തനായി ഇറങ്ങുമ്പോഴും എന്തുണ്ട്? ബുദ്ധിമുട്ടുണ്ട്, നെടുവീർപ്പുണ്ട്, ശോധനയുണ്ട്. എല്ലാം മേടിച്ച് എല്ലാം കഴിഞ്ഞെന്നല്ല, ഭക്തനായോടുകൂടി എല്ലാം കിട്ടിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി ഇനി ബാഗ് എടുക്കുക അമേരിക്കയ്ക്ക് പോകുക എന്നല്ല അവിടെ പറഞ്ഞത്. ആ ഭക്തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ശൂന്യമായ അവസ്ഥയ്ക്കകത്ത് ആ വീട്ടിനകത്ത് ഉയരുന്നൊരു നിലവിളിയുണ്ട്. ഒരു നിലവിളി മറ്റുള്ളവർ അനേകരെ പിടിപ്പാനായിട്ട് അവരുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഇല്ല, ദൈവവേദനയെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വിശ്വസ്തത ആ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ സമയമായപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആ കരുതൽ ഒരു ദൈവദാസനെ കൂടെ ആ ദൈവശബ്ദത്തെ അവർ ഏറ്റെടുത്ത് അവർ കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ വെളിപ്പെടേണ്ട അവസ്ഥയ്ക്കകത്ത് ദൈവം ഭേദം വരുത്തി. ഇന്ന് പകലിൽ കർത്താവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല. ആ ഭക്തൻ ഇറങ്ങി തിരിച്ചത്, ആ ദൈവദാസൻ ഇറങ്ങി തിരിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്. ലോകം അറിഞ്ഞു കാണത്തില്ല, ലോകം ആ ഭവനത്തെ അറിഞ്ഞു കാണത്തില്ല. എന്നാൽ അവരനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് ആ കുഞ്ഞുങ്ങളും ചേർന്നുകൊണ്ട് പ്രവാചകൻ്റെ വാക്കിന് വേണ്ടി അവരകത്തളങ്ങളിൽ ഹല്ലേലൂയ ദൈവപ്രവർത്തിക്ക് വേണ്ടി അവർക്ക് വാതിലടച്ചുകൊണ്ട് അവർ പകരുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. ലോകം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിന്റെ പകർച്ച നടക്കത്തില്ല, നിന്റെ ഭവനത്തിൽ പ്രാർത്ഥന വെക്കാൻ കഴിയത്തില്ല. ലോകം പറയുന്ന കേട്ടാൽ നിന്റെ ഭവനം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധ്യമല്ല. ലോകം പറയുന്ന കേട്ടാൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ സകലം ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. എന്നാൽ ലോകം പറയുന്ന കേട്ടുകൊണ്ട് നീ പോയാലില്ല, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട ദൈവീയ വിടുതൽ വെളിപ്പെടുകയില്ല. പ്രവാചകന്റെ ശബ്ദത്തിന് മുമ്പാകെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് അവർ ഒരുക്കത്തോടെ പകർന്നു തുടങ്ങിയത് അത് ദൈവത്തിന് മഹത്വമായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടത് ദൈവത്തിന് വേണ്ടി ഭക്തനായി ജീവിക്ക്. ദൈവം ചെയ്യേണ്ടത് ചെയ്യിക്കോളും. ഭക്തയായി ജീവിക്ക്, ഭക്തനായി നടക്ക്, ദൈവം ചെയ്യേണ്ടത് ചെയ്തോളും. നമ്മളല്ല പോകേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. അകത്തുണ്ടായിരുന്ന ഒരു ഭരണി ഹല്ലേലൂയ എണ്ണയെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ വർദ്ധനവ് നൽകുന്ന ഏതവസ്ഥയിലാണ് നിനക്ക് വേണ്ടുന്നത് ദൈവം വർദ്ധിപ്പിച്ചു തരുവാൻ അവൻ ഉന്നതനായ ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഒരു നദിയുണ്ട്. ഇത്രയെല്ലാം പ്രശ്നം നടക്കുമ്പോഴും, ഭൂമി ഇരച്ച് കലങ്ങുമ്പോഴും, സുനാമി അടിക്കുമ്പോഴും, ഭൂമിയുടെ ജലങ്ങളിൽ അവസ്ഥകൾ വ്യത്യാസമുണ്ടാകുമ്പോഴും സങ്കീർത്തനക്കാരൻ പറയാം, ഒരു നദിയുണ്ട്. ഇതേത് നദിയാ? ഇതേതാ നദി? പ്രശ്നങ്ങളുടെ നടുവിൽ
നെടുവീർപ്പിൻ്റെ നടുവിൽ ആർക്കുമില്ലാത്തൊരു നദി ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഇത് ലോകപ്രകാരം കിട്ടുന്നതല്ല. ഇത് ലോകത്തിൻ്റെ കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതല്ല. ഇത് ലോകത്തിൽ എവിടെയും പോയി മേടിക്കാൻ പറ്റുന്ന നദിയല്ല. ഈ നദി വേണമെങ്കിൽ ആരുടെ അടുത്തേക്ക് വരണം? കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ഒരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഇതിൻ്റെ തോടുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. ലോകത്തിൻ്റെ അവസ്ഥ പോലല്ല, പുറമേയുള്ള അവസ്ഥ പോലല്ല. അകമേ നിന്നെ നിലനിർത്തുന്ന, ദൈവിക അനുഭവങ്ങളിലേക്ക് നടത്തുന്ന, ദൈവിക അനുഭവങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ നദി നിന്നിൽ കൂടെ പുറപ്പെടട്ടെ. അതിൻ്റെ തോടിന് എവിടെയായിട്ടാണ് ബന്ധമെന്ന് പറഞ്ഞത്? അതിൻ്റെ തോടുകൾ അതിൻ്റെ തോടുകൾ ഇപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ എന്തുണ്ട്? ലോകത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 51:11 അതിവിടെ വായിച്ച് വിരാമം വിടാൻ. 51:15 സങ്കീർത്തനം 51:11 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഓ, മനസ്സിലാകുന്നുണ്ടോ ദാവീദ് ചോദിച്ച എൻ്റെ വില? നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ രക്ഷയുടെ സന്തോഷം ഇത് നഷ്ടമായാൽ എൻ്റെ രാജസ്ഥാനം കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. ഇങ്ങനെ കസേര കയറി ഇരിക്കാന്നേ ഉള്ളെന്ന് ഒന്നും നടക്കത്തില്ല. നിന്റെ സന്നിധിയിൽ നിന്ന്, നിന്റെ സന്തോഷത്തിൽ നിന്ന്, രക്ഷയുടെ സന്തോഷത്തിൽ നിന്ന് നഷ്ടമായി പോയാൽ മറ്റൊന്നും കൊണ്ട് പകരം വെക്കുവാൻ സാധ്യമല്ല. മറ്റൊന്നും പകരമായി തീരത്തില്ല. ഇന്ന് പകൽക്കാലം മറ്റൊന്നും പകരമായി തീരത്തില്ല കേട്ടോ. ദാവീദ് അത് മനസ്സിലാക്കി. മറ്റൊന്നും ഈ രക്ഷയുടെ സന്തോഷത്തോടൊപ്പം മറ്റൊന്നും പകരമായി തീരത്തില്ല. മറ്റൊരു ധനവും മറ്റൊരു സമ്പത്തും മറ്റൊരു പൊസിഷനും ഇതിന് പകരമായി തീരത്തില്ല. കർത്താവേ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ, നിന്റെ സാന്നിധ്യത്തെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. അഞ്ചിൽ ദൈവത്തിന് മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ദൈവ സാന്നിധ്യം, ദൈവം ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അധികാലത്തെ എനിക്കൊരു സഹായത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് പലകാലം ദൈവത്തിൻ്റെ മധ്യമുണ്ട്, ദൈവം എൻ്റെ പ്രശ്നങ്ങളുടെ മധ്യമുണ്ട്. നാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ആരാധിക്കാൻ പോവുകയാണ്. ദൈവം എൻ്റെ വിഷയത്തിനകത്തുണ്ട്. ദൈവം എൻ്റെ ഹല്ലേലൂയ ഓരോ വിഷയത്തിലും എന്നെ വഴി നടത്തുവാൻ അവൻ്റെ കരം എന്നോട് കൂടെയുണ്ടെങ്കിൽ, ഭാരപ്പെടുന്ന ഏത് വിഷയത്തിനകത്തും കർത്താവേ നിന്റെ സാമീപ്യം, കർത്താവേ നിന്റെ കരം മധ്യമുണ്ടെന്ന നീ ദൂരസ്ഥനായി നിൽക്കുകയല്ല. യോബിൻ്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച വിഷയത്തിനകത്ത് അനേകർ തന്നെ സഹായിക്കുമെന്നും തന്നോട് കൂടെ നിന്ന് ആശ്വാസം പറയുമെന്നും ചിന്തിച്ചവരാരും തന്നോട് കൂടെ വന്നില്ല. നോ,
Still he remained. Still he standed upon the promise of God. ഇന്ന് പകൽക്കാലം സഹായിക്കുമെന്നും എൻകറേജ് ചെയ്യുമെന്നും പറഞ്ഞവരെക്കാളും അവൻ ഉന്നതനായൊരു ദൈവത്തെ അറിഞ്ഞിരുന്നു. അവൻ ആ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൻ ആ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു. അവൻ്റെ ദൃഷ്ടി മാറാതെ ആ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു. പ്രശ്നത്തിനകത്തും ബുദ്ധിമുട്ടിനകത്തും അനേകർ തന്നെ എതിർത്ത് പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൃപകളെ എതിർത്ത് പറഞ്ഞപ്പോൾ, ഇല്ല, അവൻ എതിർത്ത് പറഞ്ഞില്ല. അവൻ്റെ നാവ് കൊണ്ട് കർത്താവേ, ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കട്ടെ. അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ ബലമാണ്. ഓ ഹല്ലേലൂയ. Can we all stand on our feet? ദിവസം എഴുന്നേറ്റ് നിന്ന് കർത്താവേ, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. അങ്ങനെയാണ് ദൈവം നിയന്ത്രിക്കുന്നത്. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ആ രോഗത്തിൻ്റെ മധ്യ ദൈവമുണ്ട്. ആ പ്രയാസത്തിൻ്റെ മധ്യ ദൈവമുണ്ട്. ആ പ്രതിസന്ധിയുടെ മധ്യ ദൈവമുണ്ട്. സഹായത്തിൻ്റെ കരം അവൻ അയക്കും. അവൻ അയക്കും. ഇന്ന് പകൽക്കാലമില്ല, അവൻ അതിൻ്റെ മധ്യയുണ്ട്. അവൻ അതിൻ്റെ മധ്യയുണ്ട്. ദൈവത്തിൽ ആശ്രയം വെക്കാം. അവൻ എൻ്റെ സങ്കേതമാണ്. ചൂടാമന ഹസ്തന റമന ഘടകസിയാന്തന. അവൻ എൻ്റെ സങ്കേതമാണ്. അവൻ എൻ്റെ സങ്കേതമാണ്. അനേകർക്ക് ആശ്രയം വെക്കുവാൻ ഒരു സങ്കേതമില്ല കേട്ടോ. അനേകർക്ക് ആശ്രയം വെക്കുവാൻ ഒരു സങ്കേതമില്ല. കർത്താവേ, ഭൂമിയുടെ അവസ്ഥകളിൽ മാറ്റം വന്നാലും, അതിൽ വെള്ളമെരച്ച് കലങ്ങിയാൽ എനിക്കൊരു ഉറപ്പുണ്ട്. എനിക്ക് ഓടിച്ചെന്ന ഭയം പ്രാപിപ്പാൻ ഒരു ധൈര്യമുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഒരുവന് അബദ്ധവശാൽ അവനൊരു ബുദ്ധിമുട്ടിൽ പ്രവേശിച്ചാൽ, ഒരു കൊലപാതകത്തിലായാൽ അവനൊരു റെഫ്യൂജിയുടെ ഒരു അനുഭവമുണ്ട്. സിറ്റി ഓഫ് റെഫ്യൂജ് ഉണ്ട്. ഒരു സങ്കേത നഗരമുണ്ട്. ഓടി അണയുവാൻ ഗോത്രങ്ങൾക്ക് കൊടുത്തിരുന്നു. There is a city of refuge where the people come. അതെപ്പോഴും ഓപ്പണാണ്. അവിടേക്ക് കന്ന് അഭയം പ്രാപിപ്പാനിടയായിത്തീരും. പുതിയ നിയമവിശ്വാസിക്ക് എപ്പോഴും വന്ന് ദൈവസാന്നിധ്യത്തിൽ അഭയം പ്രാപിപ്പാനിടയായിത്തീരും. ഇതുപോലെ കാലം ദൈവസാന്നിധ്യം നമുക്കുണ്ട്. ദൈവങ്ങളെ ഏറ്റെടുക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പാ, ആത്മാവിൽ സന്തോഷിക്കാം.